1,55,389.33 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യതയെന്ന് ധനമന്ത്രി തോമസ് ഐസക് സഭയെ അറിയിച്ചു. 97.51% വർധനയാണ് പൊതുകടത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രേഖപ്പെടുത്തിയത്. പിരിച്ചെടുക്കാനുള്ള 12,608 കോടി രൂപയുടെ നികുതി കുടിശ്ശികയിൽ 7,692 കോടി രൂപയും തർക്കത്തിലാണ്. നികുതി ചോർച്ച തടയാൻ സംസ്ഥാന സർക്കാർ 11 കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ അധികാരമൊഴിയുമ്പോൾ 1,009 കോടി രൂപ ട്രഷറിയിലുണ്ടായിരുന്നെങ്കിലും 5,965 കോടി രൂപയുടെ അടിയന്തര ബാധ്യതയുണ്ടായിരുന്നതായും മന്ത്രി സഭയെ അറിയിച്ചു. ചരക്ക് സേവന നികുതി ബിൽ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്നും ധനമന്ത്രി സഭയെ അറിയിച്ചു. വി.ഡി. സതീശൻ എം.എൽ.എയുടെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. GST പോകുന്നതുകൊണ്ട് നഷ്ടമില്ല സംസ്ഥാനത്തിന്, മറിച്ച് സംസ്ഥാനത്തിന്റെ നികുതി വലയത്തിൽ ഇല്ലാത്ത സർവീസ് ടാക്സ് കിട്ടുന്നു. അതുപോലെ ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ അതിന്റെ ഫലമായിട്ട് നികുതി വരുമാനം കൂടുന്നു. അതുകൊണ്ട് GST എതിർക്കുന്നില്ല. കൊച്ചി മെട്രോ നിക്ഷേപ മാതൃകയിൽ വൻകിട നിക്ഷേപ പദ്ധതികളുടെ പ്രഖ്യാപനം ബജറ്റിലുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി വിശദമായ ചർച്ചകൾക്ക് ശേഷമേ നടപ്പിലാക്കൂവെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സഭയെ അറിയിച്ചു. ഭരണ പ്രതിപക്ഷ കക്ഷികളിലുള്ളവർക്ക് വിയോജിപ്പുള്ള കാര്യം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് ഇച്ഛാശക്തിയുണ്ടാകുമോ എന്ന കെ മുരളീധരൻ എം.എൽ.എയുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി. മീഡിയ 1 തിരുവനന്തപുരം.